ഈ വികൃതിയാട്ടിട്ട് എപ്പോഴും അടിക്കണില്ല. നീ ഭക്ഷണം കഴിച്ചില്ല, അതിനാണ് ഞാൻ അടിച്ചത്. ആ അതിന് ആ അനക്ക് പനിയല്ലേ, അപ്പൊ ഈ ഭക്ഷണം കഴിക്കാഞ്ഞാ നമുക്ക് ക്ഷീണാവില്ലേ? അമ്മ ഭക്ഷണം കഴിച്ചല്ലോ. ആരും ഉണ്ടാവില്ല, അമ്മ ഒറ്റയ്ക്കാവും. എന്ത് ഇല്ല, എന്റെ കൈ വേദനിച്ചില്ല. ഇല്ല, വേദനിക്കത്തില്ല. അമ്മനെ അടിക്കാണ്ട് പോയോ? തരാം ഞാന്. അമ്മ എന്നെ 10 മാസം നൊന്ത് പ്രസവിച്ചതാ. വയറിൽ ഇട്ടിട്ട് ഇങ്ങനെ അമ്മ കുട്ടി ഇങ്ങനെ അമ്മേനെ കാട്ടുമ്പോക്കെ ഞാനിങ്ങനെ അയ്യോ അയ്യോ പറഞ്ഞ് സഹിച്ചിട്ട് പിന്നെ ഈ ഇന്നതല്ല. ആ ഹോസ്പിറ്റലിൽ പോയി കിട്ടിയതാണ് എന്നെ. ഞാൻ വലുതാക്കി എടുത്തു തന്നെ. ഞാൻ നോക്കാതെ ഈ വലുതാവില്ലല്ലോ. ഞാൻ ഫുഡും പാലും ഒക്കെ തന്നിട്ടാണ് ഈ വലുതായത്. ആ തന്നു. ആ ഈ കഴിച്ചായിരുന്നു. അപ്പൊ ഞാൻ പോയാലും അമ്മ അത് കഴിച്ചിട്ടില്ലേ? സിനിമയ്ക്ക് കഴിക്കത്തില്ലേന്നു? എന്താ ഇവിടെ പ്രശ്നം? എന്താ ഇപ്പൊ ശരിക്കും പ്രശ്നം എന്താ? ഞാൻ അടിച്ചത് പറ്റിയില്ല അല്ലേ? എന്താ പ്രശ്നം? അടിച്ച അമ്മമാരെ അന്നെ അല്ല, തല്ലാൻ വേണ്ടിട്ടൊന്നും കൊടുന്നതല്ല. നമ്മള് ദുബായി ഒക്കെ കാണാൻ വേണ്ടിട്ടല്ലേ അന്നെ കൊടുന്നത്. പക്ഷെ ഈ വികൃതി കാട്ടുമ്പോ ഞാൻ തല്ലും. ഇങ്ങനെ ഇപ്പൊ കിട്ടിയ പോലെ തന്നെ. അന്നെ പോലല്ല എന്റെ മൂത്ത കുട്ടികള്. പൊന്നു ചേച്ചി, റിച്ചു, ഇവരൊന്നും അടി വാങ്ങണില്ലല്ലോ. അമ്മേ അയ്യോ വെയ്യാന്ന് മനസ്സിലായി. ഡ്രാമ നിർത്തിയിട്ട് ബാക്കി പറയാ കേക്കട്ടെ. അറിയത്തില്ല? അറിയുമ്പോ പറയണം കേട്ടോ.